ദൈവം അനുഗ്രഹിക്കും, നല്ല മാർക്ക് കിട്ടും. ഇവൻ വ്യൂസ് കിട്ടാൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്യണം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരമ്മച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. കോളേജ് വിട്ട് ഇറങ്ങിയപ്പോഴും ഒരു അമ്മച്ചി ഫോണുണ്ടോ എന്ന് വിളിച്ചിട്ട് ഒരാളെ വിളിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പോൾ അമ്മച്ചിക്ക് ഗുളിക വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഗുളിക വാങ്ങിച്ചു കൊടുത്തിട്ട് വേറൊരു സർപ്രൈസും കൂടെ കൊടുക്കാം. എന്താ മച്ചി? പഴം അമ്മച്ചിരിക്കട്ടെ. ഞാൻ ഇത് അമ്മച്ച തന്ന മറ്റേ ഇതൊന്നില്ലേ? ചെറുകുട്ടി ഒന്ന് പിന്നെ IT-യിൽ 3-ാം വർഷം. പിന്നെ മോള് പിന്നെ PSC പരീക്ഷയ്ക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ടെസ്റ്റൊക്കെ എഴുതി. മോന് 18 വയസ്സ് 19 വയസ്സായി. ഇനി അവന് ഇന്ന് 15-ാം തീയതി ഈ 15 ദിവസമൊക്കെ ആകുമ്പനി അവർ പിന്നെ പാലോട് ഈ 1 വർഷം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെ അവർക്ക് നേരത്തെ കുടുംബം തന്നെ. അങ്ങനെ മക്കളെല്ലാം നല്ല പഠിക്കും. പക്ഷെ ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിക്കാനുള്ള എല്ലാ മാർക്കുകൾ ഇഷ്ടം പോലെ കിട്ടി. 10-ന് +2-ന്. അങ്ങനെ പിന്നെ അവന് പിന്നെ ഈ കോഴ്സ് ഉണ്ടല്ലോ മോനും ഈ പട്ടാളത്തിന്റെ അതിനാണെന്നാണ് തോന്നുന്നത്. ഇപ്പം പോകണം 15 ദിവസം സ്കൂളിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം. അങ്ങനെ പോവുകയാണ്. ദൈവം അനുഗ്രഹിച്ചു. ഇനിയും ദൈവം അനുഗ്രഹിക്കും, നല്ല മാർക്ക് കിട്ടും. മരുമോന് അതുകൊണ്ട് തന്നെ മരുമോനാണെങ്കിൽ എനിക്കൊരു മരുമോൻ കിട്ടി. അതൊന്നിപ്പം ജോലിയൊന്നും ഇല്ലാതെ ഒപ്പം തൊട്ടായിരുന്നു 2 വർഷം ജോലി. പക്ഷെ അവൻ പിടിക്കില്ല. അത്രയും ഒരു ഉപകാരം ദൈവം തന്നെ എനിക്ക്. അതൊക്കെ ഞാൻ കൊണ്ടുപോട്ടെ. അതുപോലൊരു ദൈവം നിന്നെ അനുഗ്രഹിക്കും മക്കളെ. പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കാം. കുഴപ്പമില്ല, നല്ലത് തന്നെ പഴം. അത് നല്ലത് തന്നെ. പക്ഷെ വ്യാസന് പറ്റും. കുഴപ്പമില്ല. പിന്നെ ഫോണിൽ പൈസ ഇല്ല. അങ്ങനെ പൈസ ഉണ്ടായിരുന്ന ഈ ചെറുക്കനെ വിളിച്ചാൽ വീട്ടിൽ പിന്നെ ഗുളി വാങ്ങിച്ച ട്രെയിനും എനിക്ക്. അല്ലെങ്കിൽ ഇന്ന് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? വണ്ടികളും ഫോണൊക്കെ വാങ്ങിച്ച് എന്ത് ചെയ്യാനാണ്? നമ്മൾ ഈ ആവണ കാലത്ത് നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റണമെങ്കിൽ, ഉള്ള പൈസ കൊണ്ട് ആരെങ്കിലും സഹായിക്കാൻ പറ്റണമെങ്കിൽ അതാണ് വലിയ കാര്യം. ഇപ്പൊ തന്നെ ആൾക്കാർ തന്നെ കാണുമ്പോൾ പറയും ഇവൻ വ്യൂസ് കിട്ടാൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്യാൻ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ അത്. അപ്പം നമ്മൾ കുറേ പൈസയൊക്കെ ഉണ്ടാക്കി നമ്മളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മൾ ഫുഡ് അടിച്ച് ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആൾക്കാരൊക്കെ ഒന്ന് സഹായിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ഒരു ഇത് ഫീൽ കിട്ടുള്ളൂ. അപ്പം എനിക്ക് ഇന്നത്തെ ദിവസം ഹാപ്പിയാണ്. എന്നുവെച്ചാൽ പിന്നെ അത് മാത്രമല്ല, അമ്മച്ചിയുടെ അനുഗ്രഹം എന്നെ എപ്പോഴും കൂടെ കാണും. അമ്മച്ചി പറഞ്ഞ് എക്സാംസിനൊക്കെ പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരിതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ആൾക്കാരെ ഒന്ന് സഹായിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ വയസ്സായവരൊക്കെ ഒന്ന് സഹായിച്ചാൽ അവർ ഹാപ്പിയാവും, നിങ്ങൾ ഹാപ്പിയാവും. നമ്മളിങ്ങനെ ചുമ്മാ അടിച്ചു പൊളിച്ചാൽ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്മയൊക്കെ ചെയ്താൽ നമ്മുടെ ലൈഫൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് പോകും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്.